ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ചിക്കൻ്റെ ഒരു ഐറ്റമാണിത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കറിവേപ്പിലയും കൂടെ പിച്ചിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതങ്ങോട്ട് നമ്മൾ വറുത്തെടുക്കാൻ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ അങ്ങ് പറക്കി നിരത്തി കൊടുക്കണേ. ഇത് നല്ല ഒരു ചിക്കൻ്റെ ഫ്രൈയുടെ ഒരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ഒരു സെമി ഗ്രേവി ടൈപ്പ് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ച തട്ടിക്കൂട്ട് ഒരു കറിയാണ് ഞങ്ങളുടെ വീട്ടിൽ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അത്താഴത്തിനൊക്കെ നമ്മൾ ഭയങ്കര ലെങ്തി കുക്കിംഗ് ഒന്നും ട്രൈ ചെയ്യത്തില്ലല്ലോ, പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ, ഈ ഇട്ട് കൊടുക്കുന്ന സവാളയാണ്. ചിക്കൻ ഒരുവിധം ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും ഒന്ന് ഫ്രൈ, ഒരു സെമി ഫ്രൈ രൂപത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ സവാള ഒരു 2-3 സവാള അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി കൊടുത്തിട്ട് അടച്ചങ്ങ് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സവാള അങ്ങ് വെന്ത് മസാല എല്ലാം കൂടെയൊക്കെ ഒന്ന് ഓക്കെ ആയി ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ആകുമ്പോഴത്തേനും അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ചിക്കൻ പൊടിഞ്ഞു പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി അപ്പം നല്ല രീതിയിൽ അതിൻ്റെ ഒരു മണമൊക്കെ വരും കേട്ടോ. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈയും അല്ല ഗ്രേവിയും അല്ല, പക്ഷേ ടേസ്റ്റി സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് നൂഡിൽസിൻ്റെ കൂടെയാണ് ഞാനിത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക.